നിങ്ങളുടെ ഫോൺ എന്തിയേ? അതിന്റെ ചാർജ് അങ്ങ് പോയി. നീ കാര്യമൊക്കെ അറിഞ്ഞായിരുന്നു? അറിയാമെന്തുവാ, അത് തന്നെയല്ലേ TV പറഞ്ഞോണ്ടിരിക്കുന്നേ. ജാമ്യൊന്നും കിട്ടത്തില്ലയോ? ജാമ്യമൊക്കെ കിട്ടും, പക്ഷേ ബുധനാഴ്ചയാകും. എന്റെ ദൈവമേ, യോ അതുവരെ അന്നേരം അവളെ പോലീസ് സ്റ്റേഷനിൽ വെച്ചോണ്ടിരിക്കുവന്നോ? അല്ല, സബ് ജയിലിലോട്ട് വിടും. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അവളെന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടാ ഇങ്ങോട്ട് വന്നേന്ന്. നിങ്ങൾ എന്തിനാ ഇതിനൊക്കെ കൊട പിടിക്കാൻ പോന്നേ? അച്ഛനോട് ഇതിനകത്ത് കുരുങ്ങോ? എടി സുഷമേ, ഇത് അവളുടെ ഭർത്താവിന്റെ ആൾക്കാരെല്ലാം കൂടെ ഉണ്ടാക്കുന്ന പ്രശ്നമാ. ആ പാവത്തിന് എല്ലാരും കൂടെ അങ്ങ് ശിക്ഷിക്കുക. ആരുമില്ലടി ഒരു സഹായത്തിന്. ഈ കൊച്ചാപ്പനോ വക്കീലും മാത്രമേ ഉള്ളൂ. ഉള്ളോ? എല്ലാരും അങ്ങ് വേണ്ടാന്ന് വെച്ചേക്കല്ലേ അതിന് തക്കതായ കാര്യം കാണും. അതുകൊണ്ടാ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ചേക്കുന്നേ. ദൈവമേ, ഇതുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ഇങ്ങോട്ടെങ്ങാണ് പോലീസ് തള്ളിക്കൊണ്ട് വരുമോ? എടി സുഷമേ, നീ ഒന്നും ഉണ്ടായിരിക്കാമോ? നിനക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞ നിന്റെ തലയിലോട്ട് കയറത്തുമില്ല. ഗതി കെട്ടാ പോലീസ് സ്റ്റേഷൻ കിടക്കുന്നതേ എന്റെ മോള് തന്നെയാ. അകത്തിരിക്കുന്ന 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ, അതെന്റെ കുഞ്ഞുങ്ങൾ തന്നെ. അതുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാല് ദേ ആരുമില്ലെങ്കിലേ ഈ കൊച്ചാപ്പൻ തന്നെ കാണും. നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കുക, ഇല്ലെങ്കിലേ എന്റെ പണി നോക്കി ഞാൻ വേറെ പോവും. അല്ല പിന്നെ രാധിക, ഞാൻ ഏതേലും ഫുഡ് ആപ്പിനെ ആശ്രയിക്കണോ? ആ സ്ത്രീ ഇനി നിങ്ങളെ രാത്രിയിൽ വിളിക്കരുത്. സി രാധിക, ഷീ ഈസ് എ DYSP. ഒഫീഷ്യൽ കാര്യത്തിനല്ലേ വിളിക്കുന്നത്. പറ്റില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? ആ വിളി ഒഫീഷ്യൽ അല്ല, എനിക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിൽ നിയമം മാറണം. പുരുഷ മജിസ്ട്രേറ്റിനെ പുരുഷ പോലീസും വനിതാ മജിസ്ട്രേറ്റിനെ വനിതാ പോലീസും മാത്രം വിളിക്കണമെന്നുള്ള നിയമം വരണം. അത് ഞാൻ വിചാരിച്ചാൽ നടക്കില്ല. കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോയി കഴിക്കും. ഹലോ. സർ, ഞാൻ KG സുബ്രഹ്മണ്യയ്യർ. ഹലോ മിസ്റ്റർ KGS, പറയൂ. സർ, എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. സർ, ഒരു ആൻസി വർഗീസിനെ അവിടെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. സർ, ഷീ ഈസ് ഇന്നസെന്റ്, ഐ പ്രോമിസ് യു സർ. പിന്നെ 2 കുട്ടികൾ പെട്ടെന്ന് അനാഥരാക്കപ്പെടരുത് സർ. പ്ലീസ് കൺസിഡർ സർ. നോക്കട്ടെ KGS, നിങ്ങൾ ആർക്കു വേണ്ടിയും വഴിവിട്ടൊന്നും ചെയ്യില്ലല്ലോ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ജെനുവിനിറ്റി. വേണ്ടത് ഞാൻ ചെയ്തോളാം. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ. രാഹുലേ, മജിസ്ട്രേറ്റ് ഇവിടെ വക്കീൽ KGS വലിയ അടയും ചക്കരയുമാ. ഡൽഹിയിൽ ഒരുമിച്ചായിരുന്നു എന്നൊക്കെയാ കേട്ടത്. റിമാൻഡ് ചെയ്യാൻ സാധ്യത കുറവാ. ഒരു 4 ദിവസം ജയിലിൽ കിടക്കട്ടെ സാറേ. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാ. എന്തായാലും ക്യാമറയും തൂക്കി കുറേ എണ്ണം മട്ടക്കുളങ്ങര എത്തും. ലൈവായിട്ട് ജനം ജീവിതം ഒന്ന് കാണുമല്ലോ. ഇതുപോലെ അർമാദിക്കാൻ നടക്കുന്നവർക്ക് ഒരു പേടിയുണ്ടാവണ്ടേ, അല്ലേ സാറേ? അതുകൊണ്ടൊന്നും കാര്യമില്ലടോ. പിഴയ്ക്കാൻ തീരുമാനിച്ചാൽ പെണ്ണ് പിഴയ്ക്കും. ഒരുമ്പെട്ട് നടന്നാ ഇതൊക്കെയാണ് പ്രതിഫലമെന്ന് അറിയാത്ത പെണ്ണുങ്ങളാണോ തുനിഞ്ഞിറങ്ങുന്നത്? ചിലതൊക്കെ അങ്ങ് പെടും. ഇതിപ്പോൾ പെട്ടത് അതുകൊണ്ടൊന്നുമല്ല. പച്ച മലയാളത്തിലെ
എല്ലിൽ വറ്റ് കുത്തുന്നു പറയും. ജനിച്ചതും വളർന്നതൊക്കെ ഏത് കണ്ടീഷനിലാണെങ്കിലും കർത്താവിൻ്റെ കൃപ കൊണ്ട് കൊള്ളാവുന്ന ഒരു ജീവിതം കിട്ടി. രാഹുൽ കണ്ടിട്ടുണ്ടോ അവളെ ഭർത്താവിനെ? പിന്നെ ഇവര് സൈബർ സെല്ലിൽ ആദ്യം കയറി വന്നതേ ചേട്ടാച്ചാരുടെ കൈയും പിടിച്ച പാവം പിടിച്ച ഒരുത്തനെ. ആ, നല്ല ഒന്നാന്തര ഫാമിലിയാ. ആ, ഇങ്ങനെ വലിയ കുടുംബത്തിലുള്ളവരാ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കേസ് വിചാരിച്ചതിലും സീരിയസ് ആയി അല്ലേ സാറേ? പിന്നല്ലേ, ചീറ്റിങ്ങാ. റിമാൻഡ് ഉറപ്പാ. മജിസ്ട്രേറ്റ് പത്രവും ടി വി കാണുന്ന ആളല്ലേ. ആ, കൊണ്ടുവാ. പെണ്ണുപിള്ളയാണോ ജാമ്യത്തിന് രാവിലെ വന്ന് നിൽക്കുന്നേ? അതെ, ആൻസി വർഗീസ്. ഇതുപോലുള്ള പെണ്ണുങ്ങളെ ഈ മുറ്റത്ത് കയറ്റരുത്, പറഞ്ഞേക്കാം ഞാൻ. സാർ, അവരുടെ അടുത്ത് ഇങ്ങോട്ട് മാറിയിക്കാൻ പറ. ഇനി വാ. മെഡിക്കലൊക്കെ എടുത്തായിരുന്നോ? ഉണ്ട് സാർ. ബുധനാഴ്ചയാ കോടതി. പെണ്ണിന് പെണ്ണ് തന്നെയാ ശത്രു. സീരിയൽ കണ്ട് കണ്ണൂരിട്ട് പഠിച്ചു വെച്ചിരിക്കുക മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. എൻ്റെ മൊബൈലങ്ങ് ഓഫ് ചെയ്തേര്. ചെല്ലേ. എന്താ രമേശ? ആ, റിമാൻഡ് ചെയ്തു. എത്ര ദിവസത്തേക്കാ? ബുധനാഴ്ച രാവിലെ കോടതി കൊണ്ടുപോകും. ഓ, അപ്പോൾ 4-5 ദിവസം കട്ട പുകയായിരിക്കും അല്ലേ? മജിസ്ട്രേറ്റിനെ കൊണ്ട് ജാമ്യം എടുപ്പിക്കാനുള്ള ഒരു ശ്രമം KGS നടത്തി. ആണോ? മജിസ്ട്രേറ്റുമായി എന്തോ ഒരു പഴയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അത് ഞങ്ങളങ്ങ് പിടിച്ചു. അയാളുടെ പഴയൊരു കേസ് KGS ഒതുക്കിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ അവൾക്ക് ജാമ്യം കൊടുത്തു വിടാനുള്ള പരിപാടിയായിരുന്നു. പിന്നെ എങ്ങനെ ജാമ്യം തള്ളിയത്? ഞങ്ങൾ മീഡിയക്കാര് വെറുതെ ഇരിക്കോ? ഇവന്മാർക്കൊക്കെ ആകെ പേടിയുള്ള നമ്മളെ. അവന്റെയൊക്കെ ജീവചരിത്രം ചകഞ്ഞ് പുറത്തിടുമെന്ന് അവർക്കറിയാം. അതെന്തായാലും നന്നായി. അതിലെല്ലാം പ്രത്യേകം ട്രീറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. ട്രീറ്റ്മെന്റ് മാത്രം പോരാ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് മറക്കരുതേ. ഞങ്ങൾ തന്നിരിക്കുന്ന ഉറപ്പ് 100%. റിസൾട്ടും അതുപോലെ കിട്ടണം. തീർച്ചയായിട്ടും. ആ, പത്മനാഭൻ, അവര് സബ് ജയിലിലേക്കല്ലേ പോയത്? അവിടെ ഇപ്പോൾ ആരാ സൂപ്രണ്ട്? അവരുടെ പ്രഷറൊക്കെ കാണും. തന്നെയല്ല, 4-5 ക്രിമിനൽസ് ഉള്ള സെല്ലിലൊക്കെ കൊണ്ടിടും. ഏതായാലും നമുക്ക് രാവിലെ പോയിട്ട് ജാമ്യത്തിലുള്ള കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യണം. വേണ്ട പത്മനാഭ, ഞാൻ തന്നെ പോയി സംസാരിച്ചോളാം. അതിനു മുമ്പ് ആൻസിയുടെ മക്കളുടെ കാര്യത്തിൽ ഒരർത്ഥത്തിൽ അവർ നമ്മളെ കൂടെ വിശ്വസിച്ചേൽപ്പിച്ചല്ലേ. ആ കോളനി ഒട്ട് സേഫ് അല്ലെന്ന് അവർക്കറിയാം. അവരുടെ ആശങ്ക അതായിരുന്നല്ലോ. അതുകൊണ്ട് ഞാനും പവിത്രയും കൂടെ അവിടെ വരെ പോവാം. ആ, ഓക്കെ പത്മനാഭൻ. അതെ, ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് ഓഫീസിൽ കേട്ടോ. പിന്നൊരു കാര്യം കൂടെ, PP ആരാണെന്ന് കൺഫേം ചെയ്ത് പറയണം. പ്രേമന്ത് സാറോ? ഓ, അവിടെ ഇവിടെയും തൊടാത്ത ആളാ. പഴയ ആളല്ലേ. പഴക്കം കൂടുന്നോറും തീരുമാനവും പഴകും. അതാ പ്രശ്നം. ഏതായാലും നമുക്ക് ട്രൈ ചെയ്യാം. ആൻസിക്ക് ബുധനാഴ്ച കോടതിയിൽ ജാമ്യം എടുത്തേ പറ്റുള്ളൂ.
സെലിബ്രേറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. കുറച്ച് ദിവസത്തേക്ക് ഉറക്കം തൂങ്ങിയുള്ള ഇരിപ്പൊന്ന് മാറിക്കിട്ടും. ബുധനാഴ്ചയാ കോടതി. പരാതി ഉണ്ടാകുന്ന നോക്കിക്കൊള്ളണം. പുറത്തിറങ്ങി അവരെങ്ങാനും പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്താലേ ജോലിയങ്ങ് പോവും. പിടിയങ്ങ് മോളില, അറിയാലോ. അറിയാം സാറേ. എന്നാ കാര്യമായിട്ട് നോക്കിക്കോ. ശരി എന്നാ. മറ്റേ വീഡിയോയിലെ പെണ്ണുപിള്ളയല്ലേ? നല്ല തിരക്കാവും. പത്രക്കാരും ടിവിക്കാരും ക്യാമറയും. ഒരു സെൽഫി എടുത്തു വെക്കണേന്ന് എന്റെ ഭർത്താവ് ഇങ്ങോട്ട് പോന്നപ്പോ പറഞ്ഞതാ. പുള്ളി വലിയ ഫാനാ അവരുടെ. വേറെ പണിയൊന്നുമില്ലേ? പണ്ടെങ്ങാണ്ട് ഏതോ സിനിമയിൽ അഭിനയിച്ചെന്നൊക്കെ പറഞ്ഞ് വേണുവേട്ടൻ പറഞ്ഞതാ. ആ, അത് വേറെ കേസാ. ആ വീഡിയോ കണ്ടിട്ടേ മതിയായി കാണില്ലേ പുള്ളിക്കാരന്. ദേ വന്ന് സൈൻ ചെയ്തേ. ഇവിടെ നിന്റെ കയ്യില് മൊബൈല് വല്ലതുണ്ടോടി? വല്ല ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. മാറിയെടുക്കാൻ തുണി വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? അതൊന്നും പ്രതീക്ഷിച്ച് കാണത്തില്ല പോരുമ്പോ. ഇവള് വലിയ ഫാഷൻ പറയുന്ന കാര്യ. നമുക്കേ ഇവളെ കൊണ്ട് രാത്രി ഒരു ഫാഷൻ ഷോ നടത്തിക്കണം. ഇവിടെ സെല്ലിലോട്ട് കൊണ്ടുപോ. ശരി. നിനക്ക് പറ്റിയൊരു കൂട്ടുണ്ട്. ലോകോത്തര ഗുണ്ടയാ. മിക്കവാറും ഒക്കെ ഇവിടെ തന്നെയാ. ഒന്ന് സൂക്ഷിച്ചോ. ഡീ, നിനക്കൊരു VIP ഗസ്റ്റ് ഉണ്ട്. ബുധനാഴ്ച കോടതി ഹാജരാക്കേണ്ടതാ. കണ്ണും മൂക്കും ഒക്കെ യഥാസ്ഥാനത്ത് തന്നെ വേണം കേട്ടോ. അവനവന്റെ പണി നോക്കടി പുല്ലേ. നിന്നെ ഒന്നും തല്ലിയിട്ട് കാര്യമില്ല. നിന്റെ മുട നിന്റെ ശവക്കുഴിയിലേ തീരൂ. അടയ്ക്ക്. എന്തുവാടി നോക്കിക്കുന്ന? തലവേദന. നിനക്ക് എപ്പോഴാണ് തലവേദന ഇല്ലാത്തത്? നിന്റെ തലവേദന ഞാൻ മാറ്റി തരുന്നുണ്ട്. പോയി കിടക്കടി. എന്താ മോളിത്? നീ എല്ലാം സമ്മതിച്ചു കൊടുത്തോ? എനിക്കും ജീവിക്കണ്ടേ ചേച്ചി? അതെ, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്റെ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞു വഴിതെറ്റിക്കരുത്. അവക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. എത്ര ദിവസത്തേക്കാടി? വാ തുറക്കത്തില്ലേടി നീ? എത്ര ദിവസത്തേക്കാന്ന്? 4.
എനിക്ക് 15 ദിവസത്തെ റിമാൻഡാ. ഇപ്പൊ 8 നിനക്കെന്നെ മനസ്സിലായോ? നീയും നിന്റെ കെട്ടിയോനും കുടുംബക്കാരും കൂടെ എനിക്ക് എന്തെല്ലാം ദുരിതങ്ങളാ ഉണ്ടാക്കി വെച്ചെന്നറിയാവോ? എന്റെ കൊച്ചു പ്രസവിച്ചു, ആങ്കൊച്ച്. നീയൊക്കെ കൂടി എന്റെ കൊച്ചിനെ വകഞ്ഞു മാറ്റി ജോലിയും കൊടുത്ത് വയറ്റിലും ഉണ്ടാക്കിച്ചിട്ട് ഇപ്പൊ അവളുടെ ഗതി എന്താണെന്നറിയാവോ? എന്തെങ്കിലും അന്വേഷിച്ചോ? അതെങ്ങനെയാ? നീയൊക്കെ വലിയ ഹൈ ലെവൽ ബിസിനസ് അല്ലേ, നമ്മളൊക്കെ ചില്ലറ. അനുഭവിക്ക്. സപ്രമഞ്ചത്തെ കിടന്നതല്ലേ കുറച്ചു കാലം, ഇനി കുറച്ച് കൊതുകേടി കൊള്ളടി. ഇവിടെ AC മുറിയും ബോഡി മസാജിങ്ങും ഒന്നും കിട്ടത്തില്ല കേട്ടോ. ആ, ഞാനൊരു മെസ്സേജ് കൊടുക്കട്ടെ. സന്തോഷ വാർത്തയല്ലേ, അറിയിക്കേണ്ടവരൊക്കെ ഒന്ന് അറിയിക്കട്ടെ. ഡേ, എൻ്റെ മൊബൈലിരിക്കുന്ന കാര്യം ആരോടും പറഞ്ഞേക്കരുത്. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ പറ്റാതെ വരും, പറഞ്ഞേക്കാം. ഇത് വേറെ ലെവലാ. ഓരോ കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യൻ പെടുന്ന പാട് ഒന്നും അറിയണ്ടല്ലോ അങ്ങേർക്ക്. ഓ വന്നല്ലോ. അകത്തായി. വല്ല അകത്തോട്ട് വേണമെങ്കിലേ വന്ന് പണിയെടുക്ക്. ഇനിയിപ്പോ ഈ പണിയൊക്കെ ഞാനായിരിക്കും ചെയ്യേണ്ടത്. ഷീറ്റ് അടിക്കുന്നതും ഉണക്കുന്നതും കടയിൽ കൊടുക്കുന്നതും ഒക്കെ ഞാനായിരിക്കും ചെയ്യേണ്ടത്. കൊച്ചാപ്പൻ ചെയ്തുകൊണ്ടിരുന്ന പണിയാ, ഇനിയിപ്പോ എല്ലാം എന്റെ തലയിലായി. നിങ്ങൾക്ക് ചെയ്തെന്താ? അതെങ്ങനെയാ? മേലനങ്ങത്തില്ലല്ലോ. ഉടുത്തൊരുങ്ങി കളസ് വിട്ടങ്ങ് ഇറങ്ങിയാ മതിയല്ലോ. പിടിച്ചങ്ങോട്ട് പിടി, കെട്ടട്ടെ. നിങ്ങളിപ്പോ എന്താ പറഞ്ഞ? അകത്തായിരുന്നോ? ഞാൻ പറഞ്ഞപ്പോ നിനക്ക് ഭയങ്കര ജാടയായിരുന്നല്ലോ. അവളുടെ കാര്യമാണോ നിങ്ങളിപ്പോ പറഞ്ഞത്? അവള് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയോ? ഇറങ്ങത്തില്ല നിങ്ങളല്ലേ പറഞ്ഞത്? എടി, സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി, എന്നിട്ട് നേരെ കൊണ്ട് സബ് ജയിലിൽ കൊണ്ടങ്ങ് അടച്ചു. നിങ്ങളിതെങ്ങനെ അറിഞ്ഞു? TV ഒക്കെ വെച്ച് നോക്ക്. ജംഗ്ഷനിലൂടെ വരാൻ വയ്യാത്ത അവസ്ഥയാ. ആ കുഞ്ഞപ്പിച്ചായം പറയാ കുറച്ച് പടക്കം മേടിച്ചു വെച്ചിട്ടുണ്ട്, വൈകിട്ട് വരാൻ പൊട്ടിക്കാന്ന്. നാണക്കേടായല്ലോ മനുഷ്യന്. ഒരു വാഴയുടെ കഴിക്കടാ. മോൻ പറഞ്ഞിട്ടില്ലേ ഇഡ്ഡലി ഉണ്ടാക്കിയ ആന്റി, എന്നിട്ട് എന്താ കൊള്ളത്തില്ലയോ? രണ്ടുപേരും ഒന്നും കഴിക്കുന്നില്ല. മക്കള് ചായ കഴിച്ചോണ്ടിരിക്കാതെ കുടിക്കും മോളെ. ചൂട് പോയാ പിന്നെ കാശിനും കൊള്ളത്തില്ല. ഒരു വാഴയുടെ കഴിക്കടാ, അല്ലെങ്കിൽ വിചാരിക്കും ആന്റി ഒന്നും തന്നില്ലെന്ന്. മക്കളുടെ അമ്മ വരുമ്പം പറയാം ആന്റി ഒന്നും തന്നില്ലെന്ന്. ഇതോടെ കഴിക്കും. ഇതോടെ കഴിച്ച് നമ്മൾ ഈ പാലും കൂടെ കുടിക്കുമ്പോ മതിയോ? ഈ പാലം കുടിച്ചേ മക്കള്. പാലോടെ കുടിക്കുമ്പോ വയറ് നിറയും. എവിടെടാ ഇത്? എടാ, ഈ വക കാര്യങ്ങൾക്ക് സമയം പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കണം. അറിയാലോ അനുഭവമൊക്കെ. 8:46 എന്ന് പറഞ്ഞാൽ 8:46 തന്നെ ആയിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അതാ എന്റെ രീതി, അറിയാലോ. എടാ ചന്ദ്ര, ഒന്ന് നോക്കിക്കോ. എപ്പോ വരും? പോകുന്നതിന് സമയം മാത്രമേ കുറിക്കാറുള്ളൂ, വരുന്നതിന് സമയമില്ല. മനസ്സിലാടാ? ഓ.
ഉരുള് പൊട്ടി എല്ലാം കൂടെ താഴോട്ടങ്ങ് ഒലിച്ചു പോയി. ഈട്ടിയും വാകയും എല്ലാം അങ്ങ് പോയി. ഒഴുകി അങ്ങ് പൈസ തരാം. മണ്ണ് പോയ സ്ഥലത്ത് ഒരു ഷെഡ് കെട്ടാനെങ്കിലും സ്ഥലം കിട്ടുമെന്ന് പഞ്ചായത്തിൽ ചെന്ന് ചോദിച്ചപ്പോഴ് അവര് പറയാ മണ്ണ് ഒഴുകി പോയ സ്ഥലത്ത് പോയി കെട്ടിക്കോളാൻ. എത്രയായി? എല്ലാം കൂടെ 100. 100 അയ്യോ, അത് ഇച്ചിരി കൂടുതലല്ലയോ? നിക്കുന്നാളാ. ഇന്നാ ഇതൂടെ വെച്ചു. വേണ്ട. വേണ്ടായോ? ശരി. എടുക്കണോ? എന്തുവാടേ ഇത്? ഈ 2 പിള്ളേർക്ക് എന്തിനാടാ? നോക്കട്ടെ 8:48 വാ. ഇതെന്തുവാ? കയ്യിലൂത്തുന്നതാ. കയ്യെ കുത്തുന്നതോ? ഉള്ളതാണോ? എത്ര രൂപ ഇതിന്? 100 രൂപ. മണമൊന്നുമില്ലല്ലോ. മോൾ ഇവിടെ നിൽക്കുകയായിരുന്നോ? അപ്പാപ്പൻ എന്തെല്ലാം വാങ്ങിച്ചോണ്ട് വന്നെ നോക്കിക്കേ. അപ്പാപ്പ ഐസ്ക്രീം വാങ്ങിച്ചോ? ഐസ്ക്രീം ഈ കോളനി കിട്ടത്തില്ല മോളെ. അതിന് നമുക്ക് ടൗണിൽ പോകണം. നമുക്കേ വൈകുന്നേരം ടൗണിൽ പോകാം. അന്നേരം ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കാം. എനിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം മതി. അപ്പാപ്പ വാങ്ങിച്ചു തരാം. മോൻ എന്തുവാ വേണ്ടേ? എനിക്ക് ഐസ്ക്രീം ഒന്നും വേണ്ട. ചേട്ടൻ കഴിക്കും. അപ്പാപ്പ വാങ്ങിച്ചോ? വേണ്ട ആമി, വെറുതെ പൈസ കളയണ്ട. അപ്പാപ്പ ഐസ്ക്രീം ഒന്നും വേണ്ട. അതൊക്കെ അപ്പാപ്പ വാങ്ങിച്ചു തരാം കേട്ടോ. സുഷുവേ, സുഷു. എടിയേ. പിള്ളേർക്കുള്ളതെല്ലാം സോപ്പൊടിയൊക്കെ വാങ്ങിച്ചാ? എല്ലാം അതിനകത്തുണ്ട്. എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അമ്മയാണെ പോയിട്ട് വരുമ്പോ പറയാതെ വാങ്ങിച്ചോണ്ട് വരും. അല്ല ചേട്ടൻ അമ്മയെ വിളിച്ചൊന്ന് എത്താറായോന്ന് ചോദിച്ചേ. മക്കളെ, അമ്മ ഇന്നൊന്നും വരത്തില്ല. എന്നാ കോടതി പോന്നേ? ബുധനാഴ്ച വ്യാഴാഴ്ചയാണോ? ഇന്നിപ്പോ ഞായറാഴ്ച ആയതല്ല ഉള്ളോ? എടി, അത് ബുധനാഴ്ച കഴിയും. മക്കളെ, ബുധനാഴ്ച കഴിയും കേട്ടോ. വ്യാഴാഴ്ച വെള്ളിയാഴ്ച കട നോക്കിയാ മതി.